പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന കൂടാതെ ആരംഭിക്കുന്ന ഒരു ദിവസം അത് അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുകയില്ല. പ്രാർത്ഥനയില്ലാത്ത ഒരു ക്രിസ്തു ശിഷ്യന്റെ ജീവിതം അത് ശക്തിരഹിതമായിരിക്കും. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും സാത്താൻ അവനെ പരാജയപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ജീവിതം നാം പരിശോധിച്ചാൽ അവിടുന്ന് പ്രാർത്ഥനയ്ക്ക് വളരെ വലിയ പ്രാധാന്യത കൊടുത്തിരുന്നു എന്ന് നമുക്ക് നിസ്സംശയം മനസ്സിലാക്കാൻ സാധിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത് വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അതികാലത്ത് ഇരുട്ടോടെ അവിടുന്ന് എഴുന്നേറ്റു പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഓരോ ദിവസവും ആരംഭിച്ചിരുന്നത് പ്രാർത്ഥനയോടുകൂടെയായിരുന്നു. അർത്ഥാൽ പിതാവിന്റെ സന്നിധിയിൽ സമയം ചിലവഴിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും അവിടുന്ന് ആരംഭിച്ചിരുന്നത്. ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട മാതൃകയാണ്. നാം ആ മാതൃക പിന്തുടരുവാൻ കടപ്പെട്ടവരാണ്. അതാണ് ഏറ്റവും നല്ലത്. യേശു പറഞ്ഞില്ലേ, ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യന് മതി. എന്താണ് ഈ പ്രഭാതം പ്രാർത്ഥനയോടുകൂടെ പിതാവിൻ്റെ സന്നിധിയിൽ സമയം ചിലവഴിച്ചുകൊണ്ട് ആരംഭിക്കണമെന്ന് പറയുവാനുള്ള കാരണം ആ ദിവസം ജീവിക്കാനുള്ള ദൈവകൃപ നമ്മിലേക്ക് പകരപ്പെടുന്ന സമയമാണ് പ്രാർത്ഥനയുടെ സമയം. കാരണം പ്രാർത്ഥന എന്നത് നമ്മുടെ കുറേ വിഷയങ്ങൾ ദൈവത്തോട് അറിയിക്കുവാനുള്ളൊരു മാധ്യമം മാത്രമല്ല പ്രിയരെ, മറിച്ച് അത് ദൈവത്തോടു കൂടെയുള്ള സമയം ചിലവഴിക്കലാണ്. നാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ അന്ന് ജീവിക്കുവാനുള്ള ദൈവകൃപ നമ്മിലേക്ക് പകരപ്പെടുന്നു. അന്ന് നമുക്ക് ജീവിക്കുവാനുള്ള ദൈവിക ജ്ഞാനം നമ്മിലേക്ക് പകരപ്പെടുന്നു. അത് പ്രാപിച്ച് നാം ഒരു ദിവസം ജീവിക്കുമ്പോൾ അത് അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. ആകയാൽ ഒരു ദിവസം പോലും പ്രാർത്ഥനയില്ലാതെ, പ്രാർത്ഥന കൂടാതെ ആരംഭിക്കരുത്. നീതിസൂര്യനായ യേശുവിൻ്റെ മുഖം കണ്ടുകൊണ്ട് ആരംഭിക്കുക. അത് ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിരിക്കും. പിതാവേ, ഞങ്ങൾ തിരുസന്നിധിയിൽ തലകളെ വണക്കുന്നു. ഒരു ദിവസം പോലും അങ്ങയുടെ സന്നിധിയിൽ സമയം ചിലവഴിക്കാതെ ആരംഭിക്കാൻ ഞങ്ങൾക്ക് ഇടവരുത്തരുത് കർത്താവേ. അന്നുള്ള കൃപ പ്രാപിച്ച് കർത്താവ് ദൈവിക ജ്ഞാനം പ്രാപിച്ച് ജീവിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം കർത്താവേ. ഈ വചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ മക്കളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് യേശുവിൻ്റെ രക്തം തളിച്ച് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ പകൽ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ആരെങ്കിലും പ്രാർത്ഥനയിൽ മടുപ്പ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ മടുപ്പിനെ അതിജീവിക്കാനുള്ള കൃപ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം തിരുമേനിക്ക് പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ.